ഹലോ, ഇന്ന് നമുക്കേ ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, റസ്ക് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സവാളയുടെ ഒരു 1/4 കഷ്ണം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊരു മസാലക്കൂട്ടാണ്. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ ചതച്ചെടുത്തതാണ്. അതുപോലെ തന്നെ 2 മുട്ടയും അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് നോക്കിയാലോ. പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാമേ. ഉരുളക്കിഴങ്ങ് നമ്മളൊന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ടേ. അതുപോലെ തന്നെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയും കൂടെ നമ്മൾ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നമ്മൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ടേ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാലക്കൂട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട എടുത്ത് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മുട്ടയെല്ലാം ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞെടുത്ത മുട്ടയുണ്ടല്ലോ, അത് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഒഴിക്കുകയാണേ. ഒന്ന് മുക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റസ്ക് പൊടിയിലും കൂടെ ഒന്ന് മുക്കിയെടുക്കുന്നു. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് റസ്ക് പൊടിയിൽ മുക്കി നമ്മൾ വെച്ചിരിക്കുകയാണേ. നമുക്കിതുപോലെ വറുത്ത് കോരി എടുക്കാമേ. അപ്പോഴേ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ പേരാണ് തേങ്ങാമുറി. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ.